ഉത്കൃഷ്ടമായ ഭക്തിയും സാധനയും മൂലം ഭഗവത് സ്വരൂപം പ്രത്യക്ഷമാകുന്നു. ഭഗവാന്റെ ആ സ്വരൂപത്തെ ശ്രീലകത്ത് വേണ്ടതുപോലെ കണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് കേശാദിപാദ വർണ്ണനയിലൂടെ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലിലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖ രസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈ വിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. നിബിഡമായി നിൽക്കുന്ന കായാമ്പൂക്കൾ പോലെ ആകർഷണീയമായ ഒരു തേജപുഞ്ചത്തെ ഞാനിതാ മുന്നിൽ കാണുന്നു. ആ കാഴ്ച മൂലം ഞാൻ അമൃതത്തിൽ മുങ്ങിപ്പോകുന്നു. പിന്നീട് ആ നീലപ്രഭയുടെ മധ്യത്തിൽ ദിവ്യനായ ഒരു ബാലന്റെ രൂപം കാണുന്നു. താരുണ്യ ആരംഭമായതിനാൽ അതിരമ്യവും പരമസുഖ രസാസ്വാദനത്താൽ രോമാഞ്ചം നിറഞ്ഞ അംഗങ്ങളോടുകൂടിയ നാരദാദി മുനികൾ, പ്രകാശമെഴുന്ന ഉപനിഷത്ത് സുന്ദരീഗണങ്ങൾ എന്നിവരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ആ സ്വരൂപം. അത് വേണ്ടതുപോലെ കണ്ടു. ആ സ്വരൂപത്തെ നിറഞ്ഞ് ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്ന രംഗം ഭഗവാന്റെ ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടി അലിഞ്ഞ് ചേർന്നുകൊണ്ട് നിൽക്കാനുള്ള ആ ഭാഗ്യം മേൽപ്പത്തൂരിന് കിട്ടിയിരിക്കുന്നു. ഏവർക്കും ആ ഒരു സൗഭാഗ്യം ഉണ്ടാകുവാൻ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, നമസ്കാരം.